ചില മനുഷ്യർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറയും അത് അവന്റെ ഒരു ബലഹീനതയാണെന്ന് പറയും. അത് ബലഹീനതയല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. മനുഷ്യന് കോപിക്കേണ്ട ആവശ്യമില്ല, കോപ സ്വഭാവത്തിന്റെ ആവശ്യമില്ല. പക്ഷെ മനുഷ്യൻ കോപിക്കുന്നു. കോപിക്കുമ്പോൾ നിരന്തരം കോപിക്കുന്ന വ്യക്തിയാണെങ്കിൽ പറയും അത് അവന്റെ ഒരു ബലഹീനതയാണെന്ന് പറയും. എന്നാൽ കോപിക്കുക എന്നുള്ളത് ബലഹീനതയല്ല, മറിച്ച് ബലഹീനത എന്ന് പറയുന്നത് നമ്മെ ഉപദ്രവിക്കുകയോ നമ്മോട് കോപിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്ന വ്യക്തിയോട് ക്ഷമിക്കുക എന്നുള്ള ഒരു ഫലം നമ്മിൽ നിന്ന് വരണം. അപ്പോൾ ആ നമ്മോട് കോപിക്കുന്ന വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ആ നമ്മൾ ബലഹീനനാണ്. ക്ഷമിക്കുക എന്ന കാര്യത്തിൽ നമ്മൾ ബലഹീനനാണെന്നുള്ളതാണ്. അതുപോലെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഇരിക്കുന്ന ആ വ്യക്തിക്ക് പരോപകാരം ചെയ്യാനുള്ള ഒരു കടമ മനുഷ്യനെ സംബന്ധിച്ചുണ്ട്. ആ കടമ നിർവഹിക്കുവാൻ, പരോപകാരം എന്ന കാര്യം ചെയ്യുവാൻ അവന് കഴിയുന്നില്ലെങ്കിൽ ആ കാര്യത്തിൽ അവൻ ബലഹീനനാണ്. അപ്പൊ ബലഹീനത എന്ന് പറയുന്നത് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതല്ല ബലഹീനത, മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ബലഹീനത എന്ന